പുശലോട് കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു, ആടി എന്നെ ചുറ്റി, കടൽ പുല്ല് എൻ്റെ തലപ്പാവായിരുന്നു. ദൈവഹിതത്തിനു വിരുദ്ധമായി തർശീഷിലേക്ക് പോയ യോനാ പ്രവാചകൻ നിമിത്തം കടലിൽ വല്ലാത്ത ക്ഷോഭമുണ്ടായി. കപ്പൽക്കാർ യോനായെ വെള്ളത്തിലേക്ക്, ആഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കടലിൽ വീഴുന്ന ആ ഭീകരത പറയുന്ന ഇടത്താണ് യോനാ പ്രവാചകൻ കടൽ പുല്ലിനെ കുറിച്ച് പരാമർശിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ മാത്രം പരാമർശിക്കപ്പെടുന്ന ഒരു ജലസസ്യമാണ് കടൽ പുല്ല്. എന്താണ് ഈ കടൽ പുല്ല്? ഈൽ ഗ്രാസ് എന്നറിയപ്പെടുന്ന സൊച്ചീറ മറീന എന്ന ശാസ്ത്രനാമമുള്ള ഒരു ജലസസ്യമാണ് കടൽ പുല്ല്. ഇത് സുലഭമായി നിന്നിരുന്ന സ്ഥലത്തായിരിക്കണം ഒരുപക്ഷെ യോനാ പ്രവാചകൻ ചെന്നു വീണത്. ആഴിയുടെ അടുത്തിലേക്ക് താണ് ഉയരുമ്പോൾ ഈ കടൽ പുല്ല് യോനാ പ്രവാചകനെ ചുറ്റി. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ യോനാ പ്രവാചകൻ പറയുന്നത്, കടൽ പുല്ല് എനിക്ക് തലപ്പാവായിരുന്നു. ഇവിടെ യോനാ പ്രവാചകൻ പറയുന്ന കടൽ പുല്ല് ഈൽ ഗ്രാസ് എന്നറിയപ്പെടുന്ന സൊച്ചീറ മറീന എന്ന ശാസ്ത്രനാമമുള്ള ഒരു ജലസസ്യമാണ്. വിശുദ്ധ ബൈബിളിൽ യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ മാത്രം പരാമർശിക്കപ്പെടുന്ന ഒന്നാണ് ഈ കടൽ പുല്ല് എന്ന് നമുക്ക് കാണുവാൻ കഴിയും.